بسم الله الرحمن الرحيم മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, ഹിഷാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട്. മാലിക് ഇമാമിന് പറഞ്ഞു കൊടുത്തത് ഹിഷാം ഓർക്കെടുന്ന് കിട്ടിയ നബി അവരുടെ പിതാവായ ഉർവ എന്നവരെ തൊട്ട്. അവർക്ക് എഴുന്ന് കിട്ടി അൻ ഹുംറാൻ എന്നവരെ തൊട്ട്. ആരാ നീ ഹുംറാൻ? മൗല ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാനിൻ്റെ സേവകനാണ് ആര്? ഹുംറാൻ. അവർക്ക് പറയാൻ കിട്ടൂലേ? എന്താ അവർ പറയുന്നത്? അന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, എൻ്റെ യജമാനൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ജലസ ഇരുന്നു അലൽ മഖായിദ്, സ്റ്റേഡിയത്തിൽ. പള്ളിയുടെ മുറ്റത്തുണ്ട് പോലെ ഇങ്ങനെ സ്റ്റേഡിയം തട്ടായിട്ട്, ഗാലറി ഇല്ലേ സാധാരണ ഫുട്ബോൾ കാണാനല്ലോ ഇരിക്കുന്ന പോലെ വരി വരിയായിട്ട്, അവിടെ സ്റ്റെപ്പിലിരുന്നു പള്ളിയുടെ മുറ്റത്ത് മഖായിദിൽ. മേലെ കുറേ ആൾ, താഴെ കുറേ ആൾ, അതിൻ്റെ അടിയിൽ കുറേ ആൾ, അങ്ങനെയുള്ള ആ സ്റ്റേഡിയത്തിലാണ് ഇരുന്നത്. ഫജാൽ മുഅദ്ദിനു, സമയമായപ്പോൾ മുക്തി വന്നു. ഫആദനഹു ബിസലാത്തിൽ അസ്രി, ഒന്നോളി അസറിൻ്റെ സമയമായി അറിയിപ്പ് കൊടുത്തു. എനിക്ക് അസർ വാങ്ങിന് സമയമായി, അത്രയേ ഉള്ളൂ. ഉടനെ വിളിച്ചു വരുത്തി വെള്ളം, എന്നിട്ടോ ഒന്നും എടുത്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സുമ്മ ഖാല, പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, വല്ലാഹി ലാ ഉഹദിസന്നകും ഹദീസൻ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു ഒരു ഹദീസ്. ലൗല അന്നഹു ആയത്തും ഫീ കിതാബില്ലാഹി മാ ഹദ്ദസ്തുകുമൂഹു, ഈ പറയുന്ന ഹദീസിൻ്റെ മാറ്റർ ഖുർആനായത്തിൽ ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ നിൽക്കില്ല. ഖുർആനായത്തിൽ എന്താണോ പഠിപ്പിച്ചത് അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഹദീസിലും ഉള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇത്ര തിരക്കിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനൊരു ഹദീസ് പറയും, ഈ ഹദീസിൻ്റെ വിശദാംശം, ഇതേ അർത്ഥം ഏടുണ്ട്, ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം എങ്ങനെ വായിക്കല്? ലൗല അന്നഹു, ഞാൻ പറയുന്ന ഹദീസ് ആയത്തും മിൻ കുതുബില്ല, ആയത്തും ഫീ കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബിൽ പറയപ്പെട്ട ആയത്ത് തന്നെ അല്ലായിരുന്നുവെങ്കിൽ മാ ഹദ്ദസ്തുകുമു, ഞാൻ പറയാൻ തയ്യാറാകൂലായി. പിന്നെ തയ്യാറായത് എന്താ? ആയത്തായത് കൊണ്ട്. അതായത് ഖുർആനിൽ എന്ത് പറഞ്ഞോ അതിന് ഒത്തതായ ഹദീസാണ് ഞാൻ പറയൽ. ലഫ്ദ് വ്യത്യാസം, ഖുർആനിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ് ഞാൻ ഉച്ചരിക്കാൻ പോകുന്ന ഹദീസിൽ. അവിടെ ലൗലാന്നഹു ആയത്തുന്നാണ് യഹ്യ ഇബ്നു യഹ്യ ലൈസിയും ഇബ്നു ബുക്കൈറും ശക്തിപ്പെടുത്തിയത്. അതേ സമയത്ത് അബൂ മുസ്അബ് എന്നവർ പറയുന്ന അങ്ങനല്ല, ലൗല ആയത്തുൻ, ഒരു ആയത്തില്ലായിരുന്നുവെങ്കിൽ. ഈ ഹദീസിൽ പറയുന്നത് തന്നെയാണ് ആയത്തിലും എന്നല്ല, ഒരു ആയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. അതേതാ ആയത്ത് എന്നാ? ഇൽമു മറച്ചു വെക്കൽ ഹറാമാണ് എന്ന ആയത്ത് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു തരില്ലായിരുന്നു. ഇൽമു മറച്ചു വെക്കൽ ഹറാമാണെന്ന് ഖുർആൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്താക്കുന്നത്. അങ്ങനെയാണ് തന്നെ വേണ്ട, താഴെ പറയുന്നത് തന്നെയാണ് ഖുർആനിലുള്ളത് എന്നർത്ഥം വേണ്ടല്ലോ. പിന്നെ എങ്ങനെ ഖുർആനിലൊരായത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ഈ ഹദീസ് പറയൂലായിരുന്നു. ഖുർആനിൽ വന്നുപോയി, അതുകൊണ്ട് ഭയപ്പെടണം. ഖുർആനിലുള്ള ആ ആയത്ത് തന്നെയാണ് ഈ ഹദീസ് എന്നല്ല. ഖുർആനിലുള്ള എന്താ? ഇൽമു മറച്ചു വെക്കൽ ഹറാമാണ് എന്ന്.
അതില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തിനു മുതിരൂലായിരുന്നു. അതാ അങ്ങനെയാണ് ബുഖാരി ഇമാം കൊടുത്തത്. ഖുർആനിൽ ഇൽമു മറച്ചു വെക്കലിനെ പറ്റി ഒരായത്ത് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴേ പഠിപ്പിക്കേണ്ടതില്ലായിരുന്നു. പക്ഷെ പഠിപ്പിക്കാൻ തിരക്കാക്കിയത് എന്തേ? എന്താണ് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു പറയുന്നതായിട്ട്, മാമിൻ ഇംരിയിൻ, മിന്നു കൂട്ടുന്ന തെർക്കീത് തയമീമ കൂടും, ഒരാളും തന്നെ ഇല്ല യതവല്ലഹു, ഉളുവെടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഫയുഹ്സിനു ഉളുവഹു സുമ്മ യുസല്ലി അസ്സലാത്ത ഇല്ലാ ഗുഫിറ ലഹു, അവന് പൊറുക്കപ്പെട്ടിട്ടല്ലാതെ മാ ബൈനഹു വബൈന സ്വലാത്തിൽ ഉഖ്റ ഹത്താ യുസല്ലിയഹ, ഇവൻ്റെയും അടുത്ത ഭാവിയിൽ വരാനിരിക്കുന്ന നമസ്കാരത്തിൻ്റെയും ഇടയിൽ ആ നമസ്കാരം നിർവഹിക്കുന്നത് വരെ, ആ നമസ്കാരം നിർവഹിച്ചാൽ അവിടെ മുതൽക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പറയാം. ഒരുത്തൻ നന്നായി ഒന്നുകൊടുത്ത് നമസ്കരിച്ചാൽ പൊറുക്കുന്നു അത്രേ, അടുത്ത നമസ്കാരത്തിൻ്റെ ഇടയിലുള്ളത്. അപ്പം ഭാവിയിലേക്കും പുറത്ത് മാ ബൈനഹു വബൈന സ്വലാത്തിൽ ഉഖ്റ ഹത്താ യുസല്ലിയഹ, ആ ഉഖ്റ നിർവഹിക്കുന്നവരെ ഉള്ളതെല്ലാം പുറത്ത് നിന്ന് കിട്ടിയില്ലേ? പൊറുക്കൽ ചെറുദോഷമാണ്, അതന്നെ അള്ളാൻ്റെ ഹക്ക് മാത്രമാണ്. മനുഷ്യന്മാരുടെ ഹക്ക് പൊറുക്കൂല, ബന്ധോഷം പൊറുക്കൂല. ബന്ധോഷത്തിന് എന്ത് വേണം? ഇന്നൽ കബായിറ ലാ തുഗ്ഫറു ഇല്ലാ ബിത്തൗബ, തുഹ്ഫയിലുണ്ടല്ലോ 3454 അൽ ജുംഹൂറു അന്നൽ കബായിറ ലാ തുഗ്ഫറു ഇല്ലാ ബിത്തൗബ. 90% പണ്ഡിതന്മാർ പറഞ്ഞത് ഇതുകൊണ്ടൊന്നും ബന്ധോഷം പൊറുക്കപ്പെടൂല. ബന്ധോഷങ്ങൾ ലാ തുഗ്ഫറു ഇല്ലാ ബിത്തൗബ. എന്താണ്? ഒരുത്തന്നെ കബായിർ മാത്രമേ ഉള്ളൂവെങ്കിലോ അവന് തഖ്ഫീഫ് ഉണ്ട് എന്ന് ഉറപ്പാണ്. സന്തോഷം മാത്രമേ ഉള്ളൂ, ചെറുദോഷമല്ല. എന്നാൽ ഇളവുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, തേച്ച് ചെറുതാക്കും. ഖുഫിഫാൻ ഒരുത്തന് ചെറുദോഷമില്ല സന്തോഷം ഇല്ലെങ്കിൽ ഹസനാത്ത് ഏറ്റിക്കൊടുക്കും, ദർജ ഉയർത്തിക്കൊടുക്കും. ഇങ്ങനെ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നിട്ടോ ഖാല യഹ്യ, യഹ്യ ഇബ്നു യഹ്യ ലൈസി പറയുന്നു, ഖാല മാലിക്കുൻ, എൻ്റെ ഉസ്താദ് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉറാഹു ഇതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെപ്പറ്റി ഖുർആനിൽ ഒരായത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഉറാഹു മാലിക് ഇമാമിനെ ഞാൻ ഖാല മാലിക്കുൻ ഉറാഹൂൻ, ഞാൻ അദ്ദേഹത്തെ ഭാവിക്കുന്നു. ആരെ? എല്ലാം ഒരായത്തില്ലായിരുന്നു എങ്കിൽ എന്നല്ലേ പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു യുരീദു ഹാദിഹിൽ ആയ, ഈ ആയത്താണ് ഉദ്ദേശിച്ചത്. ഏതായത്ത്? അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യാത്ത്. ഇതായിരിക്കാം ആര് കരുതിയ ആയത്ത്. ഞാൻ പറയുന്ന ഹദീസിന് ഒത്തുകൊണ്ട് ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ? അന്നേരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിയത്ത് വെച്ചത് എന്തായിരിക്കും? അവിടെ ഒന്ന് നോക്കാനുള്ളത് അഖിമിസ്സലാത്ത എന്ന് കൊടുക്കാൻ പാടില്ല. അഖിമിസ്സലാത്ത ഖുർആൻ ആയത്തിൽ നിന്ന് റിഡക്ഷൻ പറ്റൂല. അഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ, സൂറത്തുൽ ഹൂദ് 114. പക്ഷെ മുത്തൻ്റെ തവയിലുള്ളത് വാവ് ഒഴിവാക്കിയിട്ടാണ്, മാറ്റർ മാത്രം. പക്ഷെ നമ്മൾ ഓതുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ പറ്റോ? അഖിമിസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്ത്, തറഫൈൻ നഹാരി, പകലിൻ്റെ 2 തറഫിൽ, വസുലഫം മിനൽ ലൈലി, രാത്രിയിൽ നിന്നുള്ള പല ഭാഗത്തും, ഇന്നൽ ഹസനാത്തി യുദ്ഹിബിനസ് സയ്യാത്ത്, നല്ല കാര്യങ്ങൾ എന്തിനെ നീക്കിക്കളയും. ഇതന്നെയല്ലേ ഹദീസിലും പറഞ്ഞത്, ഒന്നും എടുത്താൽ പാവം പൊറുക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന ഹദീസിനോട് ഒത്തുകൊണ്ട് എന്തുണ്ട്? ഇതാ മുറാദെങ്കിൽ അന്നഹു ചേർക്ക് തന്നെ വേണം. ഞാൻ പറയാനിരിക്കുന്ന ഈ ഹദീസ് ഖുർആനിലുള്ള ആശയത്തോട് ഒക്കുന്നില്ലെങ്കിൽ ഞാൻ പറയൂല. ശരിയായില്ലേ? അപ്പം എന്തായി മേന ലൗലാ മേന ഹാദൽ ഹദീസി മൗജൂദൻ ഫിൽ ഖുർആനി, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ഹദീസിൻ്റെ ആശയം
ഖുർആൻ ആയത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂലായിരുന്നു. ഇനി അന്നഹു ഇല്ലാതെ റിവായത്ത് പറയട്ടോ. ഇപ്പം മാലിക് ഇമാം ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഒരായത്തുണ്ട് എന്ന് പറഞ്ഞത് ഈ ആയത്ത് തന്നെ ആയിരിക്കും എന്നാ തോന്നുന്നു. കാരണം ഈ ആയത്തും ആ ഹദീസും തമ്മിൽ ഒക്കുന്നുണ്ട്. എങ്കിലും അന്നഹു വേണം. ഉർവാ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു അതല്ല ആയത്ത്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലായിനൂൻ. നാം ഇറക്കി തന്നത് മറച്ചു വച്ചാൽ അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്, മറ്റെല്ലാ ശപിക്കുന്നവരുടെ ശാപം അവർക്കുണ്ട്. അറിഞ്ഞ ഇൽമ മൂടി വെച്ചാൽ. അൽ ബഖറ 159. ഇതാണ് ആയത്തുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ബുഖാരി മുസ്ലിം കൊടുക്കുന്നു. ഉർവ എന്നവർ ഡയറക്റ്റ് പറയും ചെയ്യും. ഖുർആനിൽ ഒരായത്തുണ്ട്, ആ ആയത്തിനെ ഭയന്നുകൊണ്ടാണ് ഞാൻ എന്താക്കുന്നത് ഹദീസ് പറയുന്നത്. എങ്കിൽ ഈ ഹദീസ് തന്നെയാണോ ഖുർആനിലുള്ള ആയത്ത്? പിന്നെ ഇൽമ മൂടി വെക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് എവിടെയുണ്ട്? ആ എന്ന് പറഞ്ഞാൽ ലൗല ആയത്തും തംനാമിൻ കിത്വാനിൽ ഇൽമി, ഇൽമ മൂടി വെക്കൽ ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് വന്നില്ലെങ്കിൽ മാ ഹദ്ദസ്തുക്കും ബിഹി. അപ്പം എന്തായി? ഇങ്ങനെ മുറാദ് വെക്കുമ്പോൾ എന്ത് പറ്റൂല? അന്നഹു ഇല്ലാതെ റിവായത്ത് എടുക്കേണ്ടി. ഇത് രണ്ടിൽ നിന്ന് ഏതാ നമ്മൾ ആസ്പദമാക്കേണ്ടത്? ഉർവാ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതാ എടുക്കേണ്ടത്. കാരണം ഈ ഹദീസ് കൊണ്ടുവന്ന ആളെന്നെ ഉർവയാണ്. അതങ്ങനെ ഒന്ന് ജസ്മു കൊണ്ടാണ് അവർ സംസാരിച്ചത്. ഇവിടെ ഒരായത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ ആയത്ത് കേൾക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞു തന്നില്ലേ? അപ്പം അതല്ലേ എടുക്കല്. ഫഹു അഹഖു ബിൽ ഖബൂൽ. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി, നവവി, ഇമാം ജമാഅത്തു എല്ലാം പറയുന്നത് ഉർവാ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആയത്താണ് ഇവിടെ മുറാദ്. മാലിക് ഇമാം പറഞ്ഞതല്ല. കാരണം അവർ ഉറപ്പും പറഞ്ഞിട്ടില്ല. കാരണം ഉറാഹൂന്നേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഭാവിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബയാൻ നോക്കിയിട്ടില്ല ഏതാ ആയത്ത് ഉണ്ടാ ഇല്ല. പക്ഷെ അന്നഹു ഉള്ള സ്ഥിതിക്ക് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കൂടാതെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഹദീസ് തിരക്കിട്ട് പറയുമ്പോൾ എന്താ ഇപ്പം പറയാൻ കാരണമുണ്ട്. ലൗല ആയത്ത് നസറത്ത് ഫീ സൂറത്തി അൽ ബഖറ 159 അള്ളാഹു ഭയപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിഷയം പറയാൻ വന്നത് എന്ന് എന്ത് ഇൽമു പറയുമ്പോഴും ആര് പറയാറുണ്ട്? മാ അഖ്ബർതു ബിശൈഇൻ. അതേതായത്ത് ഇന്നല്ലദീന യക്തുമൂന എന്ന് പറയും. നോമ്പ്, നമസ്കാരം, സക്കാത്ത് ഏത് സംസാരിക്കാൻ അബൂ ഹുറൈറ വന്നാലും ആദ്യം പറയും ലൗല ആയത്തും മിൻ കിതാബില്ല. ഖുർആനിൽ ഒരായത്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കൂലായിരുന്നു. അപ്പോൾ ആയത്തെ തന്നെ. ഇനി ഹദീസിൻ്റെ നിരൂപണം. ഈ ഹദീസിൽ എന്താ പറഞ്ഞത്? ഒതുകൊടുക്കുകയും വേണം, നിസ്കരിക്കുകയും വേണം എന്നാണ്. പാവം പൊറുക്കാൻ കുറച്ചപ്പുറത്ത് പറയുന്നത് ഒതുകൊണ്ട് തന്നെ കിട്ടി, നിസ്കാര സ്റ്റോക്കിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടി? അതെ, അത് ആൾക്കാർക്കനുസരിച്ചത്. ചില ആൾക്കാരുടെ ദോഷം ഏതുകൊണ്ട് തന്നെ പുറത്തു പോകും. അപ്പം പിന്നെ അവർക്ക് സ്റ്റോക്കാക്കി വെച്ചാൽ മതി. ഏത്? നിസ്കാരം. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ വെക്കണമെന്നില്ല. ഉളുവിൻ്റെ അള്ളാഹിൻ്റെ ദോഷങ്ങൾ ഉളു കൊണ്ട് പൊറുക്കപ്പെട്ടു. ശരീരം മുഴുവനുമുള്ള ദോഷം പൊറുക്കണ്ടെങ്കിൽ എന്തും കൂടെ കൂടണം, വേണം. അല്ലെങ്കിൽ ലാഹിറയായ ദുനൂബിന് ഏത് മതി? ബാത്തിനിയും കൂടി പുറത്ത് കിട്ടണ്ടെങ്കിൽ എന്ത് വേണോ? അല്ലെങ്കിൽ മാലിയത്തിന് എന്ത് മതി? ഭാവിക്കേക്ക് ഉപകരിക്കണ്ടിക്കലോ? അല്ല നേരത്തെ പറഞ്ഞത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ ഇലസ്സലാത്തിൽ ഉഖ്റ ഹത്താ യുസല്ലിഹാന്നില്ലേ. ഇപ്പം ഭാവിയിലേക്കും കൂടി പുറത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണോ? അതുകൊണ്ട് ഏതേ പുറത്ത് കിട്ടൂ. ശരിയായില്ലേ? ഇനി ആ ഹദീസുകൾ വായിക്കാൻ വേണ്ടി ഹദീസിന്റെ പോക്കുകൾ എന്തെല്ലാം ഹദീസ്. മാലിക് റളിയല്ലാഹു തആല അൻഹു അൻ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻ അതാ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻ അബ്ദുല്ലാഹി സുനാബിഹി. ആരെ തൊട്ട് അല്ല ഇവർ ഉദ്ധരിക്കുന്ന അതാ ഇബ്നു യസാറിന് എവിടുന്ന് കിട്ടി?
അബ്ദുല്ലാഹി സുനാബിഹി. സുനാബിഹി എന്ന് പറഞ്ഞാൽ ഒരു മുറാദ് ഗോത്രത്തിൽ നിന്നുള്ള ഉപഗോത്രമാണ് സുനാബിഹി. സുനാബിഹി അവിടെയുള്ള ആളാണ് അബ്ദുള്ള. ഇപ്പം എന്ത് പറയാ? ഹദീസ് റിവായത്ത് ചെയ്യുന്ന ആള് രണ്ടാളുണ്ട്. അബൂ അബ്ദില്ലാഹി സുനാബിഹി ഉണ്ട്. 27-ാം പേജിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ഇവിടെ അബൂ അബ്ദില്ലാഹി സുനാബിഹിയാണ്. സുനാബിഹിയിൽ വെറും അബ്ദുള്ള മാത്രമല്ല, അബൂ അബ്ദുള്ള വേറെയുണ്ട്. 27-ാം പേജിൽ ഈ കിതാബിൽ ഒരു ഹദീസ് കൊണ്ടുവന്നു, സാധാരണ കിതാബിൽ. അതിൽ പറഞ്ഞ് ഈ റിവായത്ത് ഈ ഹദീസ് കൊണ്ടുവന്ന ആളാരാണ്? അബൂ അബ്ദില്ല. അതേ സമയത്ത് അബ്ദുല്ലാഹി സുനാബിഹി വേറെ ഉണ്ട്. നമ്മൾ ഈ 10-ാം പേജിൽ പറഞ്ഞില്ലേ, അതാരാണ്? 76-ാം പേജിൽ വേറെയും പറയുന്നുണ്ട്, അടി സത്യവാക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ആരാണ്? അബ്ദുല്ലാഹി. അപ്പോൾ ഈ ചെറയിൽ പറയുന്നുണ്ട് മാലിക് ഇമാമിന് അബദ്ധം പറ്റീന്, ഇവിടെ അബു കൂട്ടണോ, ഇതെന്താ കൂട്ടാൻ വിട്ടുപോയി. അതെന്തുകൊണ്ടാന്നാ, എല്ലായിടത്തും ആരേ ഉള്ളൂ? അബൂ അബ്ദില്ലാഹിയെ ഉള്ളൂ എന്ന ആ പിഴവ് കൊണ്ട് വന്നതാണ്. ഹദീസിന്റെ റാവിമാരിൽ ആരുമുണ്ട്? ഉള്ളിടത്തെല്ലാം അബൂ അബ്ദില്ലാഹിയ. എന്നിട്ട് ചില ആൾ ചേർത്തുന്നു പോലും മാലിക് ഇമാമിന് വിട്ടതാണ്, ഇവിടെ അബൂന്ന് ചേർക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ചേർക്കൽ. ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വേണ്ടാതെ പണിയെടുക്കലുണ്ട്. പാലത്തറ എന്ന് എഴുതിക്കൊടുത്ത് തടഞ്ഞിട്ട് അടയാളപ്പെടുത്തി. പാലത്തറയാ, പിലാത്തറാണ്. പാലത്തറ വേറെ, പിലാത്തറ വേറെയാണ്. പണ്ട് ലേഖനത്തിൽ റൗല് എന്നിട്ടില്ലേ, അപ്പോൾ എഡിറ്റർമാർ മാറ്റിയല്ല, റൗല എന്നത് വേറെ കിതാബല്ലേ, റൗല് എന്ന് പറഞ്ഞ കിതാബില്ലേ. അതേപോലെ മനസ്സിലാക്കണം. അബൂ അബ്ദില്ലാഹി വേറെ ഉണ്ട്, ആരുമുണ്ട്, വേറെ ഉണ്ട്. ഇവിടെ ഏതന്നെ? തന്നെ. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തവല്ലഅ അൽ-അബ്ദുൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മനുഷ്യനെ കൊടുക്കാൻ ഉദ്ദേശിച്ചു, ഫമൽമല ഖറജത്തിൽ ഖതായാ മിൻ ഫീഹി, എന്താണ്? ദോഷങ്ങൾ ഇങ്ങനെ വീഴുന്നു വായിൽ നിന്ന്. അത് കണ്ടിട്ടുമുണ്ട്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കാണുന്ന പോലും അത് എടുത്തിട്ട് വരുന്ന ആളുടെ വെള്ളം മുറ്റുമ്പാടെല്ലാം ബ്ലാക്ക് നമ്പർ കാണുന്ന പോലും ദോഷത്തിൻ്റെ അടയാളം. അതൊന്നും കരയിൽ കുറ്റിയിട്ട് പിന്നെ അവർക്ക് മുഖം കൊടുക്കാൻ കഴിയാണ്ടായി ജനങ്ങളോട്. കാരണം ഇവൻ ദോഷം ചെയ്ത ആളല്ലേ, ഇവൻ കട്ടവനല്ലേ എന്ന് ആ എക്സ്റേ നോക്കുമ്പം മനസ്സിലാകുന്ന പോലും ഈ ഉറ്റുന്ന വെള്ളത്തിൽ. പഠിച്ചവനെ അള്ളാഹിനോട് ദുആ ചെയ്ത് ഈ കഴിവ് എടുത്ത് കളയണം. ഇങ്ങനെയാകുമ്പോൾ ഫേസ് ചെയ്യാൻ കഴിയില്ല ജനങ്ങളോട്. വരുന്ന ആളെല്ലാം അവഗണിക്കേണ്ടി വരില്ലേ? ആ കഴിവ് എടുത്തു മാറ്റി എന്നാ പറയും. ഒന്നും എടുത്ത ശേഷം വെള്ളം കനം കൂടുന്നുണ്ട് പോലും തൂക്കിയാൽ ദോഷം വിട്ട് ഉണ്ടാ. അതുകൊണ്ടല്ലേ മുസ്തഅമലി അത്ര പെരുമാറാൻ നന്നല്ല, ജനങ്ങൾ വർത്തിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞില്ലേ ഉജീരിമീൽ. കുടിക്കൽ കറാഹത്താണ്, ഹറാമാന്ന് വരെ പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം കുടി അല്ലേ? അഴുക്ക് വെള്ളമല്ലേ? ഫൈദസ്തൽഫറ, അപ്പം മൂക്ക് പിഴിഞ്ഞാലോ? ഖർജത്തിൽ ഖതായ മിൻ അൻഫിഹി, മൂക്കിൽ കൂടി ദോഷങ്ങൾ ഉറ്റി വീഴും. ഫൈദാ ഗസല വജ്ഹഹു ഖർജത്തിൽ ഖതായ മിൻ വജീഹി, മുഖത്തിൽ നിന്ന് ദോഷങ്ങൾ പുറപ്പെടും. എങ്ങനെ മുഖത്തിൽ നിന്ന് ദോഷം വീഴൽ? ഹത്താ തഖ്റുജ മിൻ തഹതി അസ്ഫാരി ഐനൈ, അവൻ്റെ രണ്ട് കണ്ണിൻ്റെ അസ്ഫാറിൽ കൂടിയാണ് ദോഷം വീഴുന്നത്. അസ്ഫാർ, ഷുഫുറുൻ ജമ്മു അസ്ഫാർ, ഹുദുബ്, ഇമ. ഇമ എന്ന് പറഞ്ഞിട്ടില്ലേ ഹുദുബ്? ഏത് പോളന്റെ മുടിയുണ്ടല്ല, അതാണ് എന്ത്? ഹുറൂഫുൽ അജ്ഫാൻ, കണ്ണിൻ്റെ മേലെയുള്ള അടപ്പ്. അല്ലത്തി യംബുതു അലൈഹ ശഅറു, അതിൻ്റെ അറ്റത്താണ് എന്തുള്ളത്? അതാണ് ഏത് മുറാദ്? ഷുഫുർ. അതിൻ്റെ ജമ്മാണെന്ത്? അപ്പോൾ അസ്ഫാറിൽ നിന്ന് വീഴുന്ന വെള്ളത്തിലാണ് എന്ത് വീഴുന്നത്? ആ. പിന്നെ
ഫൈദാ ഗസല യദൈഹി, രണ്ട് കൈ കഴുകുമ്പോൾ ഖറജത്തിൽ ഖത്തായ മിൻ യദൈഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരി യദൈഹി. അൽഫാർ, അൽഫാർ എന്നത് എന്തിൻ്റെ എമ്മാണ്? ളുഫൂർ. ളുഫൂർ ഫാക്കിളമ്മ്, അതിൻ്റെ എമ്മാണെന്ത്? ളുഫ്ർ എന്നുണ്ടാവില്ല. 7 ഖിറാഅത്തും ഇത്തിഫാഖാണ്, ഫാക്കിളമ്മ് ചെയ്യണം മുഫ്രദിൽ. വഅലല്ലദീന ഹാദു ഹറംനാ കുല്ലദീ ളുഫൂർ. അൻആം 146. കുല്ലദീ ളുഫൂർ, ളുഫൂർ ജമ്മ്. അപ്പോൾ കൈ കഴുകുമ്പോൾ ഇടുന്ന ഉറ്റുന്ന്. ആ പിന്നെ ഫൈദാ മസഹ ബിറസിഹി, തല തടവലോടുകൂടി ഖറജത്തിൽ ഖത്തായ മിൻ റസിഹി ഹത്താ തഖ്റുജ മിൻ ഉദ്നൈഹി, ദോഷം വീഴുന്നത് ചെവിയുടെ ഭാഗത്തിൽ കൂടിയാണ്, തല തടവിയാൽ. ഫൈദാ ഗസല റിജ്ലൈഹി ഖറജത്തിൽ ഖത്തായ മിൻ റിജ്ലൈഹി, ദോഷങ്ങൾ വീഴുന്നു ഇതിൽ കൂടി. ഹത്താ തഖ്റുജ, കാലിൽ നിന്ന് എങ്ങനെ മടമ്പിലേക്കൂടെ അല്ല, മിൻ തഹ്തി അൽഫാരി റിജ്ലൈഹി അല്ലേ? ആ പിന്നെ തുമ്മക്കാന മശീഹു ഇലൽ മസ്ജിദി വസലാത്തുഹു നാഫിലത്തൻ ലഹു, അവൻ്റെ നടത്തവും ഇനിയുള്ള നമസ്കാരവും അത് സ്റ്റോക്ക് ചെയ്യാനുള്ളതായി മാറി ഭാവിയിലേക്ക്. ദോഷം പൊറുക്കാൻ ഇതുവരെ ഉള്ളത് മതി മതി. ഇനിയും പള്ളിയിലേക്കുള്ള നടത്തവും ഇനി നമസ്കരിക്കുന്നതും ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടായി നിൽക്കും. ശരിയായില്ലേ? മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ആരെ തൊട്ട്? സുഹൈൽ ഇബ്നു അബീ സ്വാലിഹ് എന്നവരെ തൊട്ട്. സുഹൈൽ ഇബ്നു അബീ സ്വാലിഹ് എന്താ അവർ പറയുന്നത്? അന്നബീഹി, അബൂ സ്വാലിഹ് എന്നവരെ തൊട്ട് അന്നബി ഹുറൈറത്ത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ തവല്ലൽ അബ്ദുൽ മുസ്ലിമു, മുസ്ലിമായ അടിമ വുളു എടുത്താൽ, അവിടെ മുസ്ലിമു എന്നാണോ പറഞ്ഞത് മുഅ്മിനു എന്നാണോ എന്ന് സംശയമാണ്, ഉറപ്പില്ല. അല്ലാണ്ട് നബിതങ്ങൾ ആ വിട്ടിട്ട് പറഞ്ഞതല്ല, ഈ പറഞ്ഞാൽ ഉറപ്പില്ല. ഫഗസല വജ്ഹഹു, അങ്ങനെ മുഖം കഴുകിയാൽ ഖറജത്ത് മിൻ വജ്ഹിഹി കുല്ലു ഖത്തിയത്തിൻ. കുല്ലു എന്ന് പറഞ്ഞാൽ താകിട കൊടുക്കാൻ പാടില്ല. ഖത്തിയത്ത് എന്ന മുലാഫ് നോക്കിയിട്ടാണ് എന്ത് പറഞ്ഞത്? ഖർജത്ത്. നിയമം നോക്കിയെന്നെങ്കിൽ, മുലാഫ് നോക്കിയെന്നെങ്കിൽ നോക്കിയിരിക്കുന്നു ഇലൈഹ, ആ ഖത്തിയത്തിലേക്ക്. ഖത്തിയത്തിലേക്ക് ഉണ്ടാ നോക്കല്, ഖത്തിയത്തിന്റെ സബബിലേക്ക്. ഏതുകൊണ്ട് നോക്കി? 2 കണ്ണുകൊണ്ട്. അത് മുബാലകയാണ്, കണ്ണുകൊണ്ടല്ലാണ്ട് നോക്കോ. മയൽമായി, ദോഷം വീണു പോകുന്നു മയൽമായി എന്നാണോ പറഞ്ഞത്? ആഖിരി ഖത്രിൽ മായി എന്നാണോ? എന്നൊന്നും പറയാൻ കഴിയില്ല. കണ്ട അവന് അബിഹാദ അല്ല, ഇതുപോലത്തെ വേറെ വാക്ക്. ഇവിടെ എന്താ കണക്ക്? അതെ. എന്നിട്ട് ഫൈദാ ഗസല യദൈഹി, അവൻ കൈ കഴുകിയാൽ കുല്ലു ഖത്തിയത്തിൻ ബതശത്ഹ യദാഹു, യദാഹു അതിനെ പിടിച്ചിരിക്കുന്നു 2 കൈകൾ. ആ വീഴുന്നത് മയൽമായി ആഖിരി ഖത്രിൽ മായി ഹത്താ യഖ്റുജ, അവൻ പുറപ്പെടുന്നു നഖിയ്യം മിന ദുനൂബി, ദോഷത്തിൽ നിന്ന് ശുദ്ധമായിട്ട്. കണ്ടില്ല ഹദീസ്? ഇത് ആ അത് പറയാവുന്നത്, അത് പറയാം. ഇവിടെ മുഖത്തിൽ സാധാരണ കൊടുത്തത് തീർന്ന് മനസ്സിലാക്ക്. മുഖത്തിൻ്റെ റിവായത്ത് വ്യത്യാസമുണ്ട്, പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് നമുക്ക് മുഖത്ത് ഫമുണ്ട്, അംഫുണ്ട്, ഐനില്ലേ, 3 ഇല്ലേ. എന്നിട്ട് ഐനിനെ മാത്രം പറഞ്ഞത് എന്തേന്ന്? ഐന് മാത്രമല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. കണ്ണിൽ നിന്നാണ് മുഖത്തിൻ്റെ ദോഷം വീഴല്. അത് പറഞ്ഞത് വായക്ക് മൽമൽത്തുണ്ടല്ലോ, അത് മതിയല്ലോ. മൂക്കിന് ഇസ്തിൻഷാഖും ഇല്ലേ, ഒന്നുമില്ലാത്തത് എവിടെയാന്ന്? എത്രത്തോളം വലായുഷന് കസലിബാത്തിനില്ല ഇനിന്നല്ലേ. കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഉറ്റിക്കാൻ പാടില്ല. യുക്റഹു അല്ലേ ലററി, ലറുണ്ട് എന്ന് ഊഹിക്കപ്പെട്ട കറാഹത്ത്. ലററ് വരുന്നുണ്ടെന്ന് ഉറപ്പ് വന്നാൽ ഹറാം തന്നെ ആയില്ലേ? എന്നല്ലേ ഫിക്ക് മസാല. ഒന്നു കൊടുക്കുമ്പോഴും കുളിക്കുമ്പോഴും എന്ത് വേണ്ട? ഇനി പരാതി. സുഹൈൽ ഇബ്നു അബീ സ്വാലിഹിന്റെ ഹദീസിൽ മുഖം, 2 കൈകൾ,
മാത്രം പറഞ്ഞ് നിർത്തിയിട്ട് കാണുന്നുണ്ട് മുവത്തൻ്റെ റാവിമാരിൽ നിന്ന് ബഹുഭൂരിഭാഗം അവിടെ സ്റ്റോപ്പ് ഇട്ടു. മുഖവും അങ്ങനെ ഇതിലെല്ലാം ഉള്ളൂ. മുഖവും പറഞ്ഞിട്ടുണ്ട്, കയ്യും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഒന്നും പറഞ്ഞു കാണുന്നില്ല. ഇമാം സർഖാനി കൊടുക്കുന്ന ഇബ്നു വഹബിൻ്റെ റിവായത്ത് വെച്ചിട്ട് മിഷ്കാത്തിലുണ്ട് മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് കാലുൾപ്പെടെ കാലും കൂടി വന്നിട്ടുണ്ട്. സുയൂത്തി ഇമാം പറയുന്ന ഇബ്നു വഹബിൻ്റെ മുവത്തൻ്റെ റിവായത്തിൽ റഹ്സും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലയിടത്ത് കട്ടിങ് വന്നു പോയതാണ്. പറഞ്ഞ മനസ്സിലാക്കി. സാധാരണ പ്രചാരണത്തിലുള്ള മുവത്തയിൽ എത്രയേ ഉള്ളൂ, മുഖവും 2 കൈകളുമേ ഉള്ളൂ. അവിടെ സ്റ്റോപ്പ് വന്നു. സർഖാനി റിവായത്ത് ചെയ്തിട്ടുണ്ട് ഇബ്നു വഹബിൻ്റെ റിപ്പോർട്ട്. അവിടെ എന്താ മിസ്കാത്തിലുണ്ട് കാലുൾപ്പെടെ. സുയൂത്തിമാ പറയുന്നത് ഇതുകൊണ്ടൊന്നും മതിയാവില്ല. മുവത്തൻ്റെ സഹിയായ റിവായത്തുണ്ട് ഇബ്നു വഹബിനെ തൊട്ട് എന്തും ഷാമിലാക്കിയിട്ട് നീ അത് പിടിച്ചോന്നാ പറയും. തൻവീറുൽ ഹവാലിക്കിൽ കൊടുക്കുന്നു. അത് തൻവീറാ അതായി. പിന്നെ മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ആരെ തൊട്ട്? അനി സഹാഖ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബീ തൽഹ റളിയല്ലാഹു തആല അന്ന അനസ് ഇബ്നു മാലിക്കിൻ ആരെ തൊട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനല്ലേ ആര്? അവർ പറയുന്ന അന്നഹു ഖാല റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആരെ കണ്ടു? ഏത് സ്ഥിതിയിൽ വഹാനത്ത് ഖർബത്ത് സലാത്തുൽ അസ്രി, സമയം ആഗതമായി എന്തിൻ്റെ? അസറിൻ്റെ ഒരു സംഭവം. ഫൽതമസന്നാസു വളുവൻ, ജനങ്ങൾ തേടി എന്തിനെ? വളുവിൻ്റെ വെള്ളത്തെ കിട്ടിയ. ഫലം യജിദൂഹു ഫഉതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിവളുഇൻ ഫീ ഇനായിൻ, അല്പം വെള്ളം കൊണ്ടുവരപ്പെട്ടു. ആർക്ക്? അതെ, ഒരാൾക്ക് പോലും ഒന്നും എടുക്കാൻ കഴിയില്ല പോലും. കൊണ്ടുവന്നത് അനസ് എന്ന് പറഞ്ഞാണ്. ഉമ്മു സലമ ബീവിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് കൊണ്ടുവന്നു എന്ന് അബൂ നുഐം ഹാഫിൽ അബൂ നുഐം റിവായത്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ കൊണ്ടുവരപ്പെട്ടു എന്നാ പറഞ്ഞിട്ടുള്ളൂ. കൊണ്ടുപോയ ആളാരന്നെയാണ്. ആ എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഈ വെള്ളം ഇവിടെ വെക്കുന്നു, ഞാൻ കൈ താഴ്ത്തട്ടെ എന്ന്. ഇങ്ങനെ കൈ അതിലേക്ക് താഴ്ത്തി. സക്കരിയ അൻസാരി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് വലത്തെ കൈയാന്ന്. പാട്ടിൽ വെള്ളം എടുത്തിട്ട് അതിൽ കൈ അങ്ങ് താത്തു. കണ്ടാ കൈ അതിൽ മുക്കിത്താത്ത്. എന്നിട്ടോ എത്തവല്ലൂനമിന്നു, ഇതിൽ നിന്നൊന്നും എടുത്തോളീ എന്ന് പറഞ്ഞു. ഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്ന എന്ത് അത്ഭുതം. ഫറഅയ്തുൽ മാഅ യംബുഉ മിൻ തഹ്തി അസാബിഹി, നബി തങ്ങളുടെ വിരലിൻ്റെ അടിയിൽ കൂടി എന്താകുന്നു? വെള്ളം ഇതാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഫതവല്ല അന്നാസു ഹത്താ തവല്ലൂ മിൻ ഇന്ദി ആഖിരിഹിം, ഏറ്റവും ഒടുവിൽ വന്ന ജമാഅത്ത് പോലും ഏതിൽ നിന്നും എടുത്തു? ലം നസ്മഅ ബിഹാദിഹിൽ മുഅ്ജിസതി അൻ ഗൈരി നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്രയും വലിയ മുഅ്ജിസത്ത് നമ്മൾ കേട്ടിട്ടില്ല. ഖുർത്തുബി ഇമാം പറയും ആരെ തൊട്ടല്ലാതെ? ഹൈസു നബഅൽ മാഉ മിൻ ബൈനി അദ്മിഹി വലഹമിഹി വദമിഹി, സ്വന്തം ശരീരത്തിൽ നിന്നാണ് എന്ത് പൊട്ടി വലിച്ചത്? ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാർ പറയും നബിയുനാ റസൂലുള്ളാഹി, തങ്ങളുടെ വിരലിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഉറവ് വന്നത്. അബ്ലഹു മുഅ്ജിസ മിൻ നബിഹി മിനൽ ഹജരി, കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി വലിക്കുന്നതിനേക്കാൾ അത്ഭുതത്തിൽ അത്ഭുതം തന്നെയാണ് ഏത്? കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി വലിക്കൽ ആർക്ക് വന്നിട്ടുണ്ട്? അതിനെ കാണിയും അന്താളിപ്പിക്കുന്ന ഒരു അമാനുഷികതയാണ് ഏത്? അതെ, എന്നെ ഹുറൂജൽ മായി മിനൽ ഹിജാറമാവൂ, പാറക്കെട്ടിൽ നിന്ന് വെള്ളം വരുത്ത് സ്വാഭാവിക, വിരലിൽ നിന്ന് വരുത്തില്ല ഇല്ല. അപ്പം എന്താണ്? അപ്പം അനിഷേധ്യമായ ഒരു സംഭവമാണ് ഈ പറയുന്നതെന്നാണ്. ഇതിൽ എത്ര ആളുണ്ട് എന്ന് വ്യത്യസ്തങ്ങളായ റിവായത്തുകളാണ്.
100 താഴെയുണ്ട്. 80 ആളാണ് എന്ന് ബുഖാരിയിലുണ്ട്. 70 എന്നുണ്ട്. 70, 80 എല്ലാം വന്നിട്ടുണ്ട് സംഭവം. ബുഖാരിയിൽ 80 എന്ന് തീർത്ത് പറഞ്ഞത് കാണുന്നുണ്ട്. 70 എന്ന് പറഞ്ഞിട്ടുണ്ട്. 70 80 എന്ന് ശക്കാക്കിക്കൊണ്ട് മുസ്ലിമിൽ റിവായത്ത് പറഞ്ഞിട്ടുണ്ട്. 300 എന്ന് ഖത്താദ റളിയല്ലാഹു അൻഹു തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് 300. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 70 80 എന്ന് പറഞ്ഞതൊരു സംഭവം, അത് പിഴക്കാൻ സാധ്യതയുണ്ട്. 300 300-ൽ വരി എന്ന് പറഞ്ഞത് വേറെ സംഭവമാണ്. ഒന്നിലധികം പ്രാവശ്യം എന്ത് നടന്നിട്ടുണ്ട്? വെള്ളം പൊട്ടിയലിച്ചിട്ടുണ്ട്. ഈ 300-ൽ ചില്ലാനം എന്ന് പറഞ്ഞത് തന്നെയാണ് ഈ സംഭവം എന്ന് പറയാൻ പാടില്ല. 300-ൻ്റെത് വേറെ, 1500-ൻ്റെത് വേറെ, പിന്നെ 80 ആളത് വേറെ. അതെല്ലാം വെവ്വേറെയാ. എല്ലാം ഒന്നായി പിടിക്കരുത്. നബീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറവ് വന്ന സംഭവം വ്യത്യസ്തങ്ങളുണ്ട്. കണ്ടാ, ഈ പറഞ്ഞത് വെള്ളം ഇല്ലല്ലോ എന്ന് പറഞ്ഞത് സൗറായിൽ വെച്ചാന്ന് പറയും. 2 വാക്ക് പറയും. അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വിവരിക്കുന്നു, സൗറാ എന്ന സ്ഥലത്ത് ഇപ്പം നടന്നത് മദീനയിലെ ഒരു ഉന്നത പ്രദേശമാണത്. നബീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പാത്രം നൽകപ്പെട്ടു. നബിതങ്ങൾ അതിൽ കൈയിട്ടു. നബിതങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവ് വന്നു. ജനങ്ങളെല്ലാവരും അതിൽ നിന്ന് ഉദു ചെയ്തു. ബുഖാരി റിവായത്തിൽ ഈ സംഭവം വെച്ച് ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് നിങ്ങളെല്ലാവരും കൂടി ഉദു ചെയ്യാൻ എത്ര ആളുണ്ടായിരുന്നു എന്ന് ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ 300 പേർ എന്നാണ് മറുപടി പറഞ്ഞത്. 300 ബുഖാരിയിലെ റിവായത്ത് 300. അനസ് റളിയല്ലാഹു അൻഹു മറ്റൊരു സംഭവം പറയുന്നു, അസറിൻ്റെ സമയം വന്നു, എവിടെയും വെള്ളമില്ല. അതാ ഇപ്പം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വെള്ളം നൽകാൻ സഹാബികൾക്കായില്ല. അല്പം വെള്ളം ആരോ നബിതങ്ങൾക്ക് കൊണ്ടു കൊടുത്തു. നബിതങ്ങൾ പാത്രത്തിൽ കൈയിട്ടു. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വുളൂ ചെയ്തോളി എന്ന് ആഹ്വാനം ചെയ്തു. നബിയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കുറവായി വന്നു. മുഴുവൻ ആളുകളും വുളൂ ചെയ്തു. ഈ സംഭവത്തിന് ഞാൻ ദൃക്സാക്ഷിയാണ്. അതാ ഇപ്പം പറഞ്ഞത്. അനസ് റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങി പ്രമുഖ സഹാബികളെല്ലാം നബിതങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവ് എന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വമ്പിച്ച ജനസമൂഹത്തിൻ്റെ അടുത്ത് വെച്ച് ബുവാത്ത് യുദ്ധത്തിലും ഹുദൈബിയ്യ ദിവസത്തിലും ഇത്തരം സംഭവം നബിതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇത്തരം ഹദീസുകൾ സഹാബത്തിൽ നിന്ന് ആരും തന്നെ എന്തായിട്ടില്ല, എതിർത്തിട്ടില്ല. ഇജ്മാൻ ഈ മൗജിദത്ത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുദൈബിയ്യ ദിവസം ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതായി. നബിയുടെ തോൽപാത്രത്തിലുള്ള നബിയുടെ മുമ്പിലുള്ള തോൽപാത്രത്തിൽ നിന്നും വുളൂ ചെയ്തു. നബിയുടെ നേരെ ജനസമൂഹം വന്ന് പറഞ്ഞു, ഇത് പറയാന്നേ ഹുദൈബിയ്യ, നബിയെ തങ്ങളുടെ തോൽപാത്രത്തിലുള്ള ഉറ്റുവെള്ളമല്ലാതെ ജനങ്ങൾക്ക് കുടിക്കാനോ വുളൂ ചെയ്യാൻ വെള്ളമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഉടൻ നബി തങ്ങൾ തോൽപാത്രത്തിൽ കൈയിട്ടു. നദികളെപ്പോലെ വിരലുകൾക്കിടയിൽ കൂടി വെള്ളം ഉറവ് വന്നു. ഞങ്ങളെല്ലാം വുളൂ ചെയ്തു, ദാഹം തീർത്തു. ആകെ എത്ര പേർ അതിലുണ്ടായിരുന്നു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ 1500 പേരുണ്ടായിരുന്നു. 1,00,000 ആളുകൾ പങ്കെടുത്താലും അവർക്കെല്ലാം വേണ്ടുവോളം ഉപയോഗിക്കാവുന്നത്ര വെള്ളം നബി തങ്ങളുടെ വിരലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയും, ബുഖാരി മുസ്ലിം കണ്ടാ ഉറവ് വന്ന സംഭവങ്ങൾ. അപ്പം വളരെ അനിഷേധ്യമായ രൂപത്തിൽ തന്നെ എന്തായിട്ടുണ്ട് എന്നാണ്, വെള്ളം ഉറവ് വന്നിട്ടുണ്ട് എന്നാണ്. എത്രയോ സംഭവങ്ങൾ 1 2 3 അല്ല. കണ്ട, വാഫുദലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈൻ അസാബിൻ നബിയിൽ മുത്തബ. വെള്ളത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം നബി തങ്ങളുടെ വിരലിൽ നിന്ന് വന്ന വെള്ളമല്ലേ. യലീഹി മാഉ സംസമിൻ ഫൽ കൗസർ. രണ്ടാമത്തതല്ലേ ഏത്? മൂന്നാമത്തതല്ലേ കൗസർ. നാലാമത്തതല്ലേ ഈജിപ്തിലുള്ള നീൽ നദി വെള്ളം. ഫനീലി മിസ്റ സുമ്മ ബാഖിൽ അൻഹുരി.
സുൽക്കിമാ പറഞ്ഞ വൈത്താണത്. അല്യൂബി 1:18 അതിൽ സാധാരണ നമ്മൾ വയലു നടക്കുമ്പോൾ പറയുന്നില്ലേ, യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ. അതിൻ്റെ അവസാനം എന്താ പറയുന്നത്? യാ മൻ തഫജ്ജറത്തിൽ അന്നാറു നാബിയതൻ മിൻ ഇസ്ബഅൈഹി ഫറബ് വൽ ജൈശ ദൽ അദദി. വൈത്ത് യാ മൻ തഫജ്ജറ നിങ്ങളമായ വൈത്ത് കാണും. യാ മൻ യഖൂമു മഖാമൽ ഹംദി അതിലെന്ത് പറയുന്നു? യാ മൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിയതൻ മിൻ ഇസ്ബഅൈഹി ഫറബ്ബൽ ജൈശ ദൽ അദദി. കയ്യിൻ്റെ വിരലുകൾക്കിടയിൽ കൂടി അരുവി പൊട്ടിയൊലിച്ചതായ പ്രവാചകരെ, എത്രേ ജനസമൂഹത്തിന് അവിടുന്ന് ദാഹം തീർത്തു കൊടുത്തില്ലേ? അതുകൊണ്ടാണ് നുവാത്തി ഖുതുബയിൽ പറഞ്ഞത്, അല്ലദീ സബ്ബഹ ഫീ കഫ്ഫിഹിൽ ഹസ്ബാ വനബാ മിൻ ബൈനി അസാബിഹിൽ മാ. രണ്ടാം ഖുതുബയിലുണ്ടല്ല, അല്ലദീ സബ്ബഹ ഫീ കഫ്ഫിഹിൽ ഹസ്ബാ. ഹസ്ബാ നബി തങ്ങളുടെ കയ്യിൽ നിന്ന് ചെറിയ മണിക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. ഹസ്ബാ ഹസാന്നല്ല. വനബാ മിൻ ബൈനി അസാബിഹിൽ മാ, വെള്ളം വലിച്ചു. അതാണ് മൗലിദിലും പറഞ്ഞിട്ടുണ്ട്. മകരമിൽ പാലാറൊളിയിത്ത മുഹമ്മദ് താം അവരോ കൺകുളിരക്കനി അന്ത മുഹമ്മദ് കാണുവതേതൊരു നാൾ. വൻകരമിൽ പാലാർ ഒളുകിത്തെ, പാലാർ സമുദ്രം പുറത്തടി. മങ്കരമിൽ പാലാർ ഒളിയിത്തെ മുഹമ്മദ് താം അവരോ കൺകുളിരക്കനി അന്ത മുഹമ്മദ് കാണുവതേതൊരു നാൾ. ഇഷ്ക് വൈത്തല്ലേ, നൂൽമാല അതിലേക്ക് പറയും. പകരമിൽ പാലാറൊളിയിത്തെ മുഹമ്മദ് താം അവരോ കൺകുളിരക്കനി അന്ത മുഹമ്മദ് കാണുവതേതൊരു നാൾ.